മൈഗ്രെയിൻ രോഗികളിൽ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഒഴിവാക്കാതെ തന്നെ എങ്ങനെ തലവേദന കൺട്രോൾ വരുത്താമെന്ന് നമുക്ക് നോക്കിയാലോ. തലവേദനയുമായിട്ട് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന ഒരുപാട് രോഗികൾ, ഏകദേശം 80-90% രോഗികൾക്കും ഒരു വലിയ ലിസ്റ്റ് ഓഫ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. വെയിൽ തൊട്ട് ഭക്ഷണകാര്യങ്ങൾ തൊട്ട് ടെൻഷൻ അടിക്കുന്നതും മൂഡ് സ്വിങ്സും ഉറക്കം തെറ്റുന്നതും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് പല മൈഗ്രെയിൻ രോഗികളും ലിസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിനു മുന്നേ അവർ ചികിത്സ എടുത്തിരിക്കുന്ന ഡോക്ടർമാരെല്ലാവരും അവരോട് ആദ്യമേ തന്നെ ആവശ്യപ്പെടുന്നത് ഈ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എല്ലാം മാറ്റിവെക്കണമെന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മുടെ ട്രിഗറിംഗ് ഫാക്ടറുകളെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കിയിട്ടുമുണ്ടാകും. വെയിലത്ത് പോകാതിരിക്കുക, ഭക്ഷണം കൃത്യസമയത്ത് തന്നെ എല്ലാ ദിവസവും കഴിക്കുക, കൃത്യസമയത്ത് അലാറം വെച്ച പോലെ എല്ലാ സമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുക, യാതൊരുവിധ മൂഡ് സ്വിങ്സും യാതൊരുവിധ സ്ട്രെസ്സുകളും അനുഭവിക്കാതിരിക്കുക, ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അസംഭവ്യം തന്നെയാണ്. ഇത് ഇത്തരത്തിൽ ഇമ്പോസിബിൾ ആയതുകൊണ്ട് തന്നെയാണ് പല രോഗികളും ഡോക്ടർമാരും മൈഗ്രെയിൻ ചികിത്സിച്ച് ഭേദമാക്കാനാവില്ല എന്ന് പറഞ്ഞു നടക്കുന്നത്. ട്രിഗറിംഗ് ഫാക്ടറുകളെല്ലാം അതുപോലെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് ഇത്തരം ഫാക്ടേഴ്സുകൾ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് കണ്ടെത്തി അതിന്റെ മൂലകാരണം കണ്ടെത്തി അതിനുള്ള കൃത്യമായിട്ട് ഹോമിയോപ്പതി ചികിത്സ എടുക്കുന്നവരിൽ ഇത്തരത്തിലുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് കാരണമുള്ള അഗ്രവേഷൻസ് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള രോഗകാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ഭക്ഷണം ക്രമത്തെറ്റി കഴിക്കുമ്പോഴോ വെയിലത്ത് പോകുമ്പോഴോ, മുന്നേ തീവ്രമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദനകൾ വന്നിരുന്ന ആളുകൾക്ക് തലവേദന വരുന്നതിന്റെ കാഠിന്യത്തിൽ വളരെയധികം കുറവ് വരുന്നതായിട്ട് കാണാറുണ്ട്. നിങ്ങളുടെ ട്രിഗറിംഗ് ഫാക്ടറുകൾ കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രം, അതിനെ ഒഴിവാക്കിയതുകൊണ്ട് മാത്രം പൂർണ്ണമായിട്ടും തലവേദന മാറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.